അൽഫോൺസ് മ്യൂട്ട് ചെയ്തോ? അപർണ എസ്. ഇന്നലത്തെ ക്ലാസ് മനസ്സിലായായിരുന്നോ? ഓക്കെ, മനസ്സിലായത് പറ. ഓക്കെ ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോ? ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നലെ എല്ലാവരും യൂട്യൂബ് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഫങ്ഷണൽ കമ്പോണൻസ് ഓഫ് ക്ലിനിക്കൽ ലബോറട്ടറി. നെക്സ്റ്റ് ടോപ്പിക് ഫങ്ഷണൽ കമ്പോണൻസ് ഓഫ് ക്ലിനിക്കൽ ലബോറട്ടറി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ക്ലിനിക്കൽ ലബോറട്ടറിയിൽ വരുന്ന മീൻസ് അതിൽ പ്രവർത്തിക്കുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ക്ലിനിക്കൽ ലബോറട്ടറി എന്താ, അതിന്റെ ഡെഫിനിഷൻ എന്താന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലിനിക്കൽ ലബോറട്ടറിയിൽ വരുന്ന വിഭാഗങ്ങൾ ഏതാ അല്ലെങ്കിൽ അതിൽ വരുന്ന ഘടകങ്ങൾ ഏതെന്നാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, main heading functional components of clinical laboratory. Okay, in that a hospital laboratory work generally falls under the following divisions. പറയാം, ഈ ഹോസ്പിറ്റൽ ലബോറട്ടറി വർക്ക് ജനറലി ഫാൾസ് അണ്ടർ ദ ഫോളോവിങ് ഡിവിഷൻസ്. അതായത് ഒരു ഹോസ്പിറ്റലിലെ ലബോറട്ടറിയിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളാണ് ഇനി താഴെ പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റൽ ലബോറട്ടറിയിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ അല്ലെങ്കിൽ ലബോറട്ടറീസിൽ പെടുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഹെമറ്റോളജി. Okay, in that first one hematology. Okay, second one serology. Third one clinical chemistry or biochemistry. Then fourth one urinalysis. Then fifth one microbiology. Then sixth one blood bank. Okay, ഒന്നും കൂടി പറയാം. In main heading functional components of clinical laboratory means ക്ലിനിക്കൽ ലബോറട്ടറിയിൽ വരുന്ന വിഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. In that a hospital laboratory work generally falls under the following divisions. അതായത് ഒരു ഹോസ്പിറ്റൽ ലബോറട്ടറിയിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൽ പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ താഴെ പറഞ്ഞിരിക്കുന്നത്. മീൻസ് ഹെമറ്റോളജി. In that first one hematology, second one serology, third one clinical chemistry or biochemistry, fourth one urinalysis, fifth one microbiology, then last blood bank. Okay, is it clear? Okay, question ചോദിക്കാം. ജെറിൻ പി റോയ്. മനസ്സിലായോ? Okay, explain. Pardon? You have range problem. ജെറിൻ. ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോ? ഓക്കെ, ഒന്നുകൂടി പറയാം. That is main heading functional components of clinical laboratory means നമ്മൾ ഓൾറെഡി ക്ലിനിക്കൽ ലബോറട്ടറി എന്താണെന്ന് പഠിച്ചു. ഇനി ക്ലിനിക്കൽ ലബോറട്ടറിയിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. That a hospital laboratory work generally falls under the following divisions. അതായത് ഒരു ഹോസ്പിറ്റലിലെ ലബോറട്ടറിയിൽ പെടുന്ന വിഭാഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. In that first one hematology, second one serology, third one clinical chemistry or biochemistry, fourth one urine analysis. Okay, fifth one microbiology, sixth one blood bank. Is it clear? repeat ചെയ്യാം. ഹെമറ്റോളജി, സെറോളജി, ക്ലിനിക്കൽ കെമിസ്ട്രി ഓർ ബയോകെമിസ്ട്രി, യൂറിനാലിസിസ്, മൈക്രോബയോളജി, ബ്ലഡ് ബാങ്ക്.
Is it clear? Okay, clear ആയോ ജെറിൻ? ഓക്കെ എങ്കിൽ പറ. ഓക്കെ, മ്യൂട്ട് ചെയ്യ എല്ലാവരും. ഓക്കെ, സെറോളജി. SEROLOGY. SEROLOGY. സെറോളജി. ക്ലിയർ? ഓക്കെ, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫങ്ഷണൽ കമ്പോണൻസ് ഓഫ് ക്ലിനിക്കൽ ലബോറട്ടറി ആണ് മെയിൻ ഹെഡിങ്. ഇൻ ദാറ്റ് എ ഹോസ്പിറ്റൽ ലബോറട്ടറി വർക്ക് ജനറലി ഫാൾസ് അണ്ടർ ദ ഫോളോവിങ് ഡിവിഷൻസ്. അതായത് ഹോസ്പിറ്റൽ ലബോറട്ടറിയിൽ പെടുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ താഴെ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഹെമറ്റോളജി, സെക്കൻഡ് വൺ സെറോളജി, third one clinical chemistry or biochemistry, fourth one urinalysis, fifth one microbiology, sixth one blood bank. Is it clear? Okay, ഇനി നമ്മൾ ഇത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഓരോ വിഭാഗങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. മീൻസ് ഈ സിക്സ് പോയിന്റ്സിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഓക്കെ, നിങ്ങളോട് ഞാൻ കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മീൻസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ. മീൻസ് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നാളെ തൊട്ട് കറക്റ്റ് ടൈമിൽ എല്ലാവരും കയറാൻ ശ്രമിക്കുക. ഓക്കെ, ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ടാണ് മൂവ് ചെയ്തത്. ദാറ്റ് ഫങ്ഷണൽ കമ്പോണൻസ് ഓഫ് ക്ലിനിക്കൽ ലബോറട്ടറി. A hospital laboratory work generally falls under the following divisions. അതായത് ഹോസ്പിറ്റൽ ലബോറട്ടറിയിൽ വരുന്ന വിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ താഴെ പറഞ്ഞിരിക്കുന്നത്. ഹെമറ്റോളജി വരുന്നുണ്ട്, സെക്കൻഡ് വൺ സെറോളജി, തേർഡ് വൺ ക്ലിനിക്കൽ കെമിസ്ട്രി ഓർ ബയോകെമിസ്ട്രി, ഫോർത്ത് വൺ യൂറിനാലിസിസ്, ഫിഫ്ത്ത് വൺ മൈക്രോബയോളജി, സിക്സ്ത് വൺ ബ്ലഡ് ബാങ്ക്. ഓക്കെ, ഇനി നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ഓരോന്നിനെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഹെമറ്റോളജി എന്താ, സെറോളജി എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? സോ അതിനുവേണ്ടി എക്സ്പ്ലനേഷൻ തരികയാണ്. ഓക്കെ, ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഹെമറ്റോളജി. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഹെമറ്റോളജി. ഓക്കെ, നമുക്ക് ഹെമറ്റോളജി എന്താന്ന് നോക്കാം. ഓക്കെ, I give one definition. The study of blood. The study of blood. ഓക്കെ, അതായത് ഹെമറ്റോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിനെ കുറിച്ചുള്ള പഠനമാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഹെമറ്റോളജി മീൻസ് ദ സ്റ്റഡി ഓഫ് ബ്ലഡ്. മീൻസ് ബ്ലഡിനെ കുറിച്ചുള്ള, ബ്ലഡ് എന്താണെന്നറിയില്ല, മീൻസ് രക്തത്തെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. Is it clear? Okay, okay, I explain definition. This section counts and qualifies the different types of blood cells and other components found in blood. This section counts and qualifies the different types of blood cells and other components found in blood. Okay, അതായത് ഹെമറ്റോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതായത് രക്തത്തെ കുറിച്ചുള്ള പഠനമാണ് അല്ലെങ്കിൽ ബ്ലഡിനെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. Then this section counts and qualifies the different types of blood cells. അതായത് ഈ വിഭാഗം, ഈ ഹെമറ്റോളജി എന്ന് പറഞ്ഞ വിഭാഗം പരിഗണിക്കുന്നതും അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള രക്തകോശങ്ങളെ കുറിച്ചാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് സെൽസ്. ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തകോശങ്ങൾ. മീൻസ് WBC, RBC എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻ ഹോസ്പിറ്റൽ സൈഡിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ RBC, WBC എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സസിലൊക്കെ പഠിക്കാം. ഓക്കെ, അതായത് this section counts and qualifies the different types of blood cells. അതായത് ഈ വിഭാഗം, ഹെമറ്റോളജി എന്ന് പറഞ്ഞ വിഭാഗം പരിഗണിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രക്തകോശങ്ങളെയും and other components found in blood. അതുകൂടാതെ തന്നെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ബാക്കി ഘടകങ്ങൾ, മീൻസ് രക്തത്തിൽ കാണപ്പെടുന്ന ബാക്കി ഘടകങ്ങളെ കുറിച്ചെല്ലാമാണ് ഈ സെക്ഷനിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. ക്ലിയർ ആയോ? ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഫങ്ഷണൽ കമ്പോണൻസ് ഓഫ് ക്ലിനിക്കൽ ലബോറട്ടറി ആണ് പഠിക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ ഹെമറ്റോളജി ആണ്. ഹെമറ്റോളജി ആണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ദ സ്റ്റഡി ഓഫ് ബ്ലഡ്. അതായത് ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ്. This section counts and qualifies the
different types of blood cells and other components found in blood. അതായത് ഈ വിഭാഗം പരിഗണിക്കുന്ന അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്നത് എന്താണ്? രക്തകോശങ്ങളെ കുറിച്ചും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽസ്, വ്യത്യസ്തമായിട്ടുള്ള രക്തകോശങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ആൻഡ് അതർ കമ്പോണൻസ് ഫൗണ്ട് ഇൻ ബ്ലഡ്, രക്തത്തിൽ കാണപ്പെടുന്ന ബാക്കി ഘടകങ്ങളെ കുറിച്ചും എല്ലാമാണ് ഇതിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത്. മീൻസ് ഹെമറ്റോളജിയിൽ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്വസ്റ്റ്യൻ ചോദിക്കാം. സാന്ദ്ര, സാന്ദ്ര വെച്ചു. ഓഡിയോ അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറയാം. ഓക്കെ. സംഗീത, സംഗീത ഓഡിയോ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ. ശരത് സിയാർ, നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയില്ല എന്ന് വിചാരിക്കുന്നു. ഷഹാന ഷെറിൻ, മനസ്സിലായോ ഹെമറ്റോളജി എന്താണ്? ഓക്കെ. ഓക്കെ, രക്തകോശങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ബ്ലഡിൽ കാണപ്പെടുന്ന ബാക്കി ഘടകങ്ങളെ കുറിച്ചൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോ. അമൃത, മനസ്സിലായോ? ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്. ഓക്കെ, ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഹെമറ്റോളജി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ദ സ്റ്റഡി ഓഫ് ബ്ലഡ്, ഹെമറ്റോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിനെ കുറിച്ചുള്ള പഠനമാണ്. ദിസ് സെക്ഷൻ കൗണ്ട്സ് ആൻഡ് ക്വാളിഫൈസ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് സെൽസ് ആൻഡ് അതർ കമ്പോണൻസ് ഫൗണ്ട് ഇൻ ബ്ലഡ്. അതായത് ഈ സെക്ഷൻ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നത് എന്താണ്? രക്തത്തിൽ കാണപ്പെടുന്ന വ്യത്യസ്തമായ രക്തകോശങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ രക്തത്തിൽ കാണപ്പെടുന്ന ഘടകങ്ങളെ കുറിച്ചുമാണ് ഇതിൽ വിശകലനം ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെറോളജി. അടുത്ത പോയിന്റ് സെറോളജി. ഓക്കെ, ഫസ്റ്റ് വൺ ഹെമറ്റോളജി, സെക്കൻഡ് വൺ സെറോളജി. സെറോളജി എന്താന്ന് നോക്കാം. ഓക്കെ, ദ സ്റ്റഡി ഓഫ് serum for its antibody content. The study of serum for its antibody content. അതായത് സെറോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറത്തെ കുറിച്ചുള്ള പഠനമാണ്. മെയിൻലി ഫോർ ഇറ്റ്സ് ആന്റിബോഡി കണ്ടന്റ്. അതായത് സെറത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡി കണ്ടന്റിനെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, ആന്റിബോഡി എന്താണെന്നല്ല ഞാൻ പറയാം. ഓക്കെ, അതായത് ഒന്നും കൂടി പറയാം. സെറോളജി എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് സെറം ഫോർ ഇറ്റ്സ് ആന്റിബോഡി കണ്ടന്റ്. മീൻസ് സെറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിലെ പ്ലാസ്മ ഓർ അതർ തിങ്സ്. ഓക്കെ, അതായത് ബ്ലഡിൽ കാണപ്പെടുന്ന, ബ്ലഡിനെ നമ്മൾ പിന്നെയും വേർതിരിച്ച് പഠിക്കുകയാണ്. അതിലോട്ട് വരുമ്പോഴാണ് സെറം എന്ന് പറഞ്ഞ വിഭാഗം വരുന്നത്. അത് ഈ സെറത്തെ കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ബ്ലഡ് എന്ന് പറഞ്ഞ ബ്ലഡിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ദ സ്റ്റഡി ഓഫ് സെറം ഫോർ ഇറ്റ്സ് ആന്റിബോഡി കണ്ടന്റ് ആണ് സെറോളജി. അതായത് സെറത്തെ കുറിച്ചുള്ള പഠനമാണ് സെറോളജി. ഓക്കെ, അതായത് മെയിൻലി ഫോർ ഇറ്റ്സ് ആന്റിബോഡി കണ്ടന്റ്. സെറത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡി കണ്ടന്റിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് കണ്ടിന്യൂ. The certain microorganisms stimulate the body to produce antibodies during an infection. Certain microorganisms stimulate the body to produce antibodies during an infection. അതായത് ആന്റിബോഡി, ആന്റിജൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബയോളജി സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതായത് ആന്റിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ സബ്സ്റ്റൻസസ്. ഓക്കെ, ആന്റിബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി അതിനെതിരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റന്റ്, ഒരു ഘടകം. ഓക്കെ, ആന്റിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേ ഇപ്പം നമ്മുടെ ബോഡിയിലേക്ക് എക്സാമ്പിൾ പറയാം. ആന്റിജൻ ഒരു എക്സാമ്പിൾ ഇപ്പം മീൻസ് എന്താ പറയാ, എന്തെങ്കിലും അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു. ഓക്കെ, വൈറസ് ഓർ ബാക്ടീരിയ ഓർ അതർ തിങ്സ്. ഓക്കെ, അതെന്താണ്? ആന്റിജൻ ആണ്. അത്
ആന്റിജൻ ആണ്. മീൻസ് ഫോറിൻ സബ്സ്റ്റൻസ്, പുറമേ നിന്ന് നമ്മുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നതിനെ ആന്റിജൻ എന്ന് പറയുന്നു. മീൻസ് ഫോറിൻ സബ്സ്റ്റൻസ്. ദെൻ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ഈ അണുക്കൾക്കെതിരെ പ്രവർത്തിക്കും. ഓക്കെ, ഈ അണുക്കൾക്കെതിരെ, ഈ മൈക്രോ ഓർഗാനിസത്തിനെതിരെ പ്രവർത്തിക്കും. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഒരു ഘടകം പ്രൊഡ്യൂസ് ആകും, ഉൽപ്പാദിപ്പിക്കപ്പെടും. നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഘടകത്തെയാണ് ആന്റിബോഡി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ഒന്നുകൂടി പറയാം, ആന്റിജൻ ആന്റിബോഡി ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാം. അതായത് ആന്റിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേ നിന്ന് നമ്മുടെ ബോഡിയിൽ പ്രവേശിക്കുന്ന ഘടകങ്ങൾ, മീൻസ് ഫോറിൻ സബ്സ്റ്റൻസ്. ഓക്കെ, എക്സാമ്പിൾ ചിലപ്പോൾ ഡസ്റ്റ് ആവാം, മീൻസ് പൊടിയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസം മീൻസ് വൈറസ് ഓർ ബാക്ടീരിയ, അങ്ങനെ എന്തെങ്കിലും ഘടകങ്ങളാകാം. അതിനെ ആന്റിജൻ എന്ന് പറയുന്നു. ദെൻ ആന്റിബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഘടകം, നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘടകം, മീൻസ് ഇതിനെതിരെ. ഓക്കെ, ഈ പോയിന്റിൽ എന്താണ് പറയുന്നത്? സർട്ടൈൻ മൈക്രോ ഓർഗാനിസം സ്റ്റിമുലേറ്റ് ദ ബോഡി ടു പ്രൊഡ്യൂസ് ആന്റിബോഡീസ് ഡ്യൂറിങ് ആൻ ഇൻഫെക്ഷൻ. അതായത് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ മനുഷ്യർ എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ആന്റിബോഡീനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതായത് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സൂക്ഷ്മജീവികളെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി, സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ ആന്റിജൻസ്, നമ്മുടെ ബോഡിയിലോട്ട് പ്രവേശിക്കുന്ന ആന്റിജൻസ്, അതാണ് സൂക്ഷ്മജീവികൾ. മീൻസ് ബാക്ടീരിയ ആകാം, വൈറസ് ആകാം. ഓക്കെ, അതാണ് ആന്റിജൻസ്. ആ ആന്റിജൻസ് നമ്മുടെ ബോഡിയിൽ പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്, മീൻസ് അസുഖങ്ങൾ ഉണ്ടാകുന്നത്, സ്പ്രെഡിങ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. മീൻസ് നമ്മുടെ ശരീരത്തിലൊരു ഘടകം ഉൽപ്പാദിപ്പിക്കും, അതാണ് ആന്റിബോഡി. ക്ലിയർ ആയോ? ഓക്കെ, അതാണ് ആ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത്, ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, മീൻസ് സ്പ്രെഡിങ് ആയിട്ടുള്ള ഡിസീസ്, അസുഖങ്ങൾ. ഓക്കെ, ആ അസുഖം മീൻസ് ഒരു മൈക്രോ ഓർഗാനിസം. ഓക്കെ, ഇപ്പം എന്താ പറയുക, കൊറോണ വൈറസ്. ഓക്കെ, കൊറോണ വൈറസ് എന്ന വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു, ആ വൈറസ് ആണ് ആന്റിജൻ. ഓക്കെ, ആ വൈറസ് ആണ് ആന്റിജൻ. ഓക്കെ, അതിനെതിരെ നമ്മുടെ ബോഡി എന്താണ്? ഒരു റെസ്പോൺസ് കൊടുക്കും, മീൻസ് ഒരു ഘടകം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ഒരു ഘടകം ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, അതിനെയാണ് ആന്റിബോഡി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, in that next one, in the serology lab the antibodies react with antigens in specific ways that can be used to confirm the identity of the specific microorganism. ഒന്നും കൂടി വായിക്കാം. In the serology lab the antibodies react with antigens in specific ways that can be used to confirm the identity of the സ്പെസിഫിക് മൈക്രോ ഓർഗാനിസംസ്. അതായത് സെറോളജി ലാബിൽ എന്താണ് ചെയ്യുന്നതെന്ന്, അതായത് നമ്മൾ ഓൾറെഡി ക്ലിനിക്കൽ ലബോറട്ടറീസിൽ ഫസ്റ്റ് പഠിച്ചത് ഹെമറ്റോളജിയിൽ ബ്ലഡിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്ന ലാബ്. സെറോളജി എന്ന് പറഞ്ഞാൽ സെറോളജിയിൽ സെറത്തെ കുറിച്ച് അല്ലെങ്കിൽ ആന്റിബോഡി കണ്ടന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സെറോളജി ലാബിൽ എങ്ങനെയാണ് പ്രവർത്തനം നടക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് സെറോളജി ലാബിൽ എന്ത് ചെയ്യും? ദ ആന്റിബോഡീസ് റിയാക്ട് വിത്ത് ആന്റിജൻസ് ഇൻ സ്പെസിഫിക് വേസ്. അതായത് ആന്റിജനും ഈ ആന്റിബോഡിയും തമ്മിലുള്ള റിയാക്ഷൻസ് മീൻസ് പ്രവർത്തനങ്ങൾ ഒരു പ്രത്യേക വഴിയിൽ കൂടെ നടത്തും. മീൻസ് ലാബിൽ പ്രൊസീജിയർ വൈസ് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വഴി, പരീക്ഷണങ്ങൾ വഴി ഈ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ് പ്രവർത്തനങ്ങൾ നടത്തും. ഓക്കെ, അതുവഴി അങ്ങനെ നടത്തുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കൺഫേം ദ ഐഡന്റിറ്റി ഓഫ് ദ സ്പെസിഫിക് മൈക്രോ ഓർഗാനിസംസ്. അങ്ങനെ പ്രത്യേക വഴികളിൽ കൂടെ പരീക്ഷണം നടത്തുന്നത് വഴി നമുക്ക് മൈക്രോ ഓർഗാനിസത്തെ അല്ലെങ്കിൽ മീൻസ് ആ എന്താണോ രോഗകാരി അതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. മീൻസ് ലാബിൽ ഇപ്പൊ പരീക്ഷണം നടത്തുന്നു, ആന്റിജൻ ആന്റിബോഡി. ഓക്കെ, ഇപ്പൊ സെറോളജി ലാബിൽ ഓൾറെഡി ഞാൻ പറഞ്ഞ ആന്റിബോഡി കണ്ടന്റ് എടുക്കുന്നു. ഇപ്പൊ മീൻസ് കൊറോണയുടെ കേസിൽ നമ്മൾ സെറം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു. ആ ടൈമിൽ ലാബിൽ എന്താണ്, സെറോളജി ലാബിൽ എന്ത് ചെയ്യും? ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ് പ്രത്യേക വഴികൾ മീൻസ് പ്രത്യേക പ്രൊസീജിയറിൽ കൂടെ അല്ലെങ്കിൽ പ്രത്യേക പരീക്ഷണങ്ങൾ നടത്തിയിട്ട് എന്ത് ചെയ്യും? ഈ കൊറോണ വൈറസ് തന്നെയാണെന്ന് നമ്മൾ അതിനെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, ഐഡന്റിഫൈ ചെയ്യാം. മീൻസ് ഇത്രയും പരീക്ഷണങ്ങൾ നടത്തുന്നത് വഴി നമുക്ക് കണ്ടുപിടിക്കാം ഇന്ന രോഗമാണോ, ഈ കൊറോണ വൈറസ് ആണോ നമ്മുടെ ശരീരത്തിൽ കയറിയ, അല്ലെങ്കിൽ ഇപ്പൊ ഡെങ്കു ആയിട്ട് ബന്ധപ്പെട്ട ബാക്ടീരിയ ഓർ അതർ തിങ്സ് ആണോ കയറിയെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. മീൻസ് സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് ആ മൈക്രോ ഓർഗാനിസത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നും കൂടി പറയാം. സെറോളജി, ഓക്കെ, ഇത് സ്റ്റഡി ഓഫ് സെറം ഫോർ ഇറ്റ്സ് ആന്റിബോഡി കണ്ടന്റ്. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സെറോളജി എന്ന് പറഞ്ഞാൽ. അതായത് സെറത്തെ കുറിച്ചുള്ള പഠനമാണ് സെറോളജി. പ്രധാനമായിട്ട് ഇറ്റ്സ് ആന്റിബോഡി കണ്ടന്റ്. അതിൽ ആന്റിബോഡി സെറത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡി കണ്ടന്റിനെ കുറിച്ചുള്ള പഠനമാണ് സെറോളജി. ക്ലിയർ ആയോ?
Okay, in that next one, certain microorganisms stimulate the body to produce antibodies during an infection. അതായത് മീൻസ് ആന്റിജൻസ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരം എന്ത് ചെയ്യും, ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും, ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കും. എന്തിനെതിരെ? ഈ ആന്റിജൻസിനെതിരെ. ആന്റിജൻസ് എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച മൈക്രോ ഓർഗാനിസംസ് മീൻസ് സൂക്ഷ്മജീവികൾ, അതിനെതിരെ എന്ത് ചെയ്യും, ഒരു ആന്റിബോഡീനെ ഉൽപ്പാദിപ്പിക്കും, മീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, മീൻസ് ഇൻഫെക്ഷൻ ടൈമിൽ, ഇൻഫെക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ മീൻസ് അസുഖം സ്പ്രെഡ് ആകുന്ന ടൈമിൽ. ഓക്കെ, നെക്സ്റ്റ്, in the serology lab the antibodies react with antigens in specific ways that can be used to confirm the identity of the specific microorganisms. അതായത് സെറോളജി ലാബിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ആന്റിബോഡീസ് റിയാക്ട് വിത്ത് ആന്റിജൻസ് ഇൻ സ്പെസിഫിക് വേസ്. അതായത് ഇവിടെ എന്താണ്, ആന്റിജൻസും തമ്മിലുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകമായ വഴികളിൽ കൂടെ അല്ലെങ്കിൽ പ്രത്യേകമായ പരീക്ഷണങ്ങളിലൂടെ നടത്തും. അങ്ങനെ ആ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കൺഫേം ദ ഐഡന്റിറ്റി ഓഫ് ദ സ്പെസിഫിക് മൈക്രോ ഓർഗാനിസം. അങ്ങനെ ആ പ്രവർത്തനങ്ങൾ വഴി അല്ലെങ്കിൽ ആ പരീക്ഷണങ്ങൾ വഴി നമുക്ക് എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ, പ്രത്യേകമായിട്ടുള്ള സൂക്ഷ്മജീവിയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് സെറോളജി. ഓക്കെ, ഒന്നുകൂടി പറയാം. ഓക്കെ, സെറോളജി എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് സെറം ഫോർ ഇറ്റ്സ് ആന്റിബോഡി കണ്ടന്റ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറത്തെ കുറിച്ചുള്ള പഠനമാണ് സെറോളജി. ഫോർ ഇറ്റ്സ് ആന്റിബോഡി കണ്ടന്റ്, അതായത് സെറത്തിലാണ് എന്ത് അടങ്ങിയിരിക്കുന്നത്? ആന്റിബോഡി എന്ന് പറഞ്ഞ ഘടകം അടങ്ങിയിരിക്കുന്നത്. ആ ഘടകത്തെ കുറിച്ചുള്ള പഠനമാണ് സെറോളജി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് certain microorganisms stimulate the body to produce antibodies during an infection. അതായത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് മീൻസ് അസുഖം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ഈ പുറമേ നിന്ന് വന്ന ആന്റിജൻസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന് എതിരെ ആന്റിബോഡീനെ പ്രൊഡ്യൂസ് ചെയ്യും. ആന്റിബോഡി എന്ന് പറഞ്ഞ ഘടകത്തെ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, ഇൻഫെക്ഷന്റെ സമയത്ത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ്, ഇൻ ദ സെറോളജി ലാബ്. സെറോളജി ലാബിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്? അതാണ് അടുത്ത പോയിന്റ് പറഞ്ഞത്. ദ ആന്റിബോഡീസ് റിയാക്ട് വിത്ത് ആന്റിജൻസ് ഇൻ സ്പെസിഫിക് വേസ്. അതായത് ഈ ആന്റിബോഡിയും ആന്റിജനും തമ്മിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും, പരീക്ഷണങ്ങൾ നടത്തും. അതായത് പ്രത്യേകമായ വഴികളിൽ കൂടെ, സ്പെസിഫിക് വേസിലൂടെ അല്ലെങ്കിൽ പ്രത്യേകമായ പരീക്ഷണങ്ങളിൽ കൂടെ ഈ ആന്റിജനും ആന്റിബോഡിയും തമ്മിലുള്ള പ്രവർത്തനം നടത്തും. അങ്ങനെ that can be used to confirm the identity of the specific microorganism. അത് എന്തിന് ഹെൽപ്പ് ആകും അല്ലെങ്കിൽ അത് എന്തിന് യൂസ്ഫുൾ ആകും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മൈക്രോ ഓർഗാനിസത്തെ, സ്പെസിഫൈഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. മീൻസ് ഈ അസുഖത്തിന് ഈ രോഗകാരിയാണ് കാരണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. ജാസ്മിൻ ജോയ്. ജാസ്മിൻ ജോയ്, മനസ്സിലായോ? എനിക്ക് മനസ്സിലായ രീതിയിൽ പറയാം. ഓക്കെ, ഓക്കെ, ആന്റിജൻ വിളിക്കുന്നു. ഓക്കെ, 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 വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോ. ഏപ്പിൾ ഐസക്.
ഓക്കെ. മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികൾ. ഓക്കെ. ഓക്കെ. മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസം. ഓർഗാനിസം. ഓക്കെ, ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. അർഷിത് ടി. അർഷിത് ടി. അസ്ന എന്നും. ക്ലിയർ ആയോ? ഓക്കെ, പറ. ഓക്കെ. 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 ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെറോളജി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്ലിനിക്കൽ കെമിസ്ട്രി. ക്ലിനിക്കൽ കെമിസ്ട്രി ഓർ ബയോ കെമിസ്ട്രി. നെക്സ്റ്റ് പോയിന്റ്, clinical chemistry or biochemistry. Okay, we already studied hematology. Second one, serology. Next, third one, clinical chemistry or biochemistry. Okay, in that I give one definition. Performs most chemical analysis including glucose, sodium, potassium and cholesterol. ഒന്നുകൂടി പറയാം. Clinical chemistry or biochemistry main heading. In that definition, performs most chemical analysis including glucose, sodium, potassium and cholesterol. അതായത് ക്ലിനിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോകെമിസ്ട്രിയിൽ നമ്മൾ എന്താണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് പെർഫോംസ് മോസ്റ്റ് കെമിക്കൽ അനാലിസിസ് ഇൻക്ലൂഡിങ് ഗ്ലൂക്കോസ്, സോഡിയം, പൊട്ടാസ്യം ആൻഡ് കൊളസ്ട്രോൾ. അതായത് കെമിക്കൽ അനാലിസിസ് ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ നടത്തുന്നത്. കെമിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാസപരമായിട്ടുള്ള വിശകലനം. ഓക്കെ, രാസപരമായിട്ടുള്ള എന്തിന്റെ എല്ലാം വിശകലനമാണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ എല്ലാം എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻക്ലൂഡിങ് ഗ്ലൂക്കോസ്, സോഡിയം, പൊട്ടാസ്യം ആൻഡ് കൊളസ്ട്രോൾ. അതായത് ഗ്ലൂക്കോസിനെ കുറിച്ച് നമ്മൾ ഇവിടെ ഈ ക്ലിനിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോകെമിസ്ട്രി ലാബിലാണ് ഗ്ലൂക്കോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, സോഡിയം, പൊട്ടാസ്യം ആൻഡ് കൊളസ്ട്രോൾ ഈ ഘടകങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുന്നത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ഓർ ക്ലിനിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോകെമിസ്ട്രി ആണ്. ക്ലിയർ ആയോ? ഓക്കെ, I repeat, clinical chemistry. Third point, clinical chemistry in that performs most chemical analysis including glucose, sodium, potassium and cholesterol. അതായത് ഈ ലാബിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, അതായത് രാസപരമായിട്ടുള്ള വിശകലനം. ഏതെല്ലാം ഘടകങ്ങളുടെയാണ്? ഗ്ലൂക്കോസ്, സോഡിയം, പൊട്ടാസ്യം ആൻഡ് കൊളസ്ട്രോൾ ഈ ഘടകങ്ങളെല്ലാമാണ് നമ്മൾ ഈ കെമിസ്ട്രി ലാബിൽ വിശകലനം ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ പരീക്ഷണം നടത്തുന്നത്. Is it clear? ക്ലിയർ ആയോ? ക്ലിനിക്കൽ കെമിസ്ട്രി ക്ലിയർ ആയോ? ഓക്കെ, repeat. Clinical chemistry in that definition performs most chemical analysis including glucose, sodium, potassium and cholesterol. അതായത് കെമിസ്ട്രി ലാബിലാണ് അല്ലെങ്കിൽ ബയോകെമിസ്ട്രി ലാബിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ കെമിക്കൽ അനാലിസിസ് ആണ്. കെമിക്കൽ അനാലിസിസ് രാസപരമായിട്ടുള്ള വിശകലനമാണ്. അതായത് എന്തിന്റെ എല്ലാമാണ്? ഇൻക്ലൂഡിങ് ഗ്ലൂക്കോസ്, സോഡിയം, പൊട്ടാസ്യം, കൊളസ്ട്രോൾ ഈ പറയുന്ന ഘടകങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ഈ കെമിസ്ട്രി ലാബിലാണ് പഠിക്കുന്നത്. Is it clear?
ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. നാജിയ നസ്രിൻ, മനസ്സിലായോ? ഓക്കെ, എക്സ്പ്ലെയിൻ. ഓക്കെ ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോ. രമ്യ, മനസ്സിലായോ? ഓക്കെ, എക്സ്പ്ലെയിൻ. ഓക്കെ ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിനിക്കൽ കെമിസ്ട്രി എന്താന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, തേർഡ് പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. നെക്സ്റ്റ് മൈക്രോബയോളജി. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് മൈക്രോബയോളജി. Okay, in that I give one definition: the study of microorganisms that can only be seen with a microscope. Microbiology എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. The study of microorganisms that can only be seen with a microscope. Examples of microorganisms: virus, bacteria, fungi, etc. ഒന്നുകൂടി പറയാം. മൈക്രോബയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the study of microorganisms that can only be seen with a microscope. Examples of microorganisms: virus, bacteria and fungi, etc. Okay, അതായത് മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ ഓൺലി ബി സീൻ വിത്ത് എ മൈക്രോസ്കോപ്പ്. അതായത് മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രം കാണാൻ കഴിയുന്ന, മൈക്രോസ്കോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ലാബ് സൈഡിലൊക്കെ. ഓക്കെ, എല്ലാവർക്കും അറിയാമായിരിക്കും മൈക്രോസ്കോപ്പ്. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ പിക്ചർ വാട്സപ്പിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മൈക്രോസ്കോപ്പിന്റെ പിക്ചർ വാട്സപ്പിൽ സെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രം കാണാൻ കഴിയുന്ന സൂക്ഷ്മജീവികളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോബയോളജി. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്, അതായത് മൈക്രോ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഇനി പറയുന്നത്. വൈറസ്, ബാക്ടീരിയ, ഫംഗി, എക്സെട്ര. ഓക്കെ, വൈറസും ബാക്ടീരിയയും ഫംഗി ഒക്കെ ഈ സൂക്ഷ്മജീവികൾക്കുള്ള ഉദാഹരണങ്ങളാണ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഐ റിപ്പീറ്റ്, മൈക്രോബയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the study of microorganisms that can only be seen with a microscope. അതായത് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞ ഉപകരണത്തിൽ കൂടെ കാണാൻ കഴിയുന്ന സൂക്ഷ്മജീവികളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അല്ലെങ്കിൽ പഠനമാണ് മൈക്രോബയോളജി. ഓക്കെ, ഈ സൂക്ഷ്മജീവികൾക്കുള്ള എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. വൈറസ്, ബാക്ടീരിയ, ഫംഗി, എക്സെട്ര. ഇസ് ഇറ്റ് ക്ലിയർ? ഐ തിങ്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്യാൻ ഐ ആസ്ക് ക്വസ്റ്റ്യൻ? സരിത, ക്ലിയർ ആയോ? ക്ലിയർ ആയോ സരിത? സരിത, ഓക്കെ. ഷംസീറ, ഷംസീറ, ക്ലിയർ ആയോ? ഓക്കെ, പറ. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോ. സിയ ജോണി, സിയ, സൂര്യ, ക്ലിയർ ആയോ? ഓക്കെ, എക്സ്പ്ലെയിൻ. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മൈക്രോബയോളജി എന്താന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ബ്ലഡ് ബാങ്ക്. നെക്സ്റ്റ് വൺ ബ്ലഡ് ബാങ്ക്. Is it clear? Okay, in that I give one definition. Okay, blood collection, storage and preparation for blood transfusion.
ഓക്കെ, ബ്ലഡ് ബാങ്കിന്റെ താഴെ എന്താണ് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ബ്ലഡ് കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് പ്രിപ്പറേഷൻ ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് കളക്ഷന് സഹായം, അതായത് ബ്ലഡ് ബാങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബ്ലഡ് ബാങ്ക് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും, ഹോസ്പിറ്റൽ സൈഡിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ് ബ്ലഡ് ബാങ്ക്. ഓക്കെ, ജസ്റ്റ് അതിൽ എന്താണ് വരുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻ ദാറ്റ് ബ്ലഡ് കളക്ഷൻ മീൻസ് ബ്ലഡിന്റെ കളക്ഷൻ നടക്കുന്നു, മീൻസ് രക്തം ശേഖരിച്ചു വെക്കുന്നു. ദെൻ സ്റ്റോറേജ് മീൻസ് രക്തം ശേഖരിക്കുന്നു, അതുപോലെ തന്നെ അത് സൂക്ഷിച്ചു വെക്കുന്നു. സ്റ്റോറേജ് ആൻഡ് പ്രിപ്പറേഷൻ ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ അതായത് രക്തം കളക്ട് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, അത് പ്രിപ്പയർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻസ് ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു പേഴ്സണിലോട്ട് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുക, മീൻസ് ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലോട്ട് രക്തദാനം ചെയ്യുന്നതിനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് പ്രിപ്പറേഷൻ ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതായത് ബ്ലഡ് ബാങ്കിൽ വരുന്നത് എന്താണ്? ബ്ലഡിന്റെ കളക്ഷൻ, രക്തത്തിന്റെ ശേഖരണം നടക്കുന്നു, അതുപോലെ തന്നെ സ്റ്റോറേജ് സൂക്ഷിച്ചു വെക്കുന്നു, അതുകൂടാതെ തന്നെ പ്രിപ്പറേഷൻ ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. എന്തിനു സഹായിക്കും? ബ്ലഡ് പ്രിപ്പറേഷൻ മീൻസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് ഈ രക്തത്തെ പ്രിപ്പയർ ചെയ്യും, മീൻസ് അതിനെ തയ്യാറാക്കുകയും ചെയ്യും. അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തം ദാനം ചെയ്യുന്നത്, അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലോട്ട് ബ്ലഡ് കയറ്റുക അല്ലെങ്കിൽ ബ്ലഡ് ദാനം ചെയ്യുന്നതിനാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഷിഫാന, ബ്ലഡ് ബാങ്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, എന്താ പ്രിപ്പറേഷൻ ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തു. ഓക്കെ ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോ. റിൻഷി റിയ, who's that? റിൻഷി റിയ, മനസ്സിലായോ? ഓക്കെ, എക്സ്പ്ലെയിൻ. Okay, what do you mean by blood transfusion? എന്താ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാ? ഓക്കെ ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റിലോട്ട് പോവാം. യൂറിനാലിസിസ്. അടുത്ത പോയിന്റ് യൂറിനാലിസിസ്. Okay, I give explanation. Okay, in that the study of urine for the purpose of medical diagnosis. Urinalysis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the study of urine for the purpose of medical diagnosis. അതായത് യൂറിനെ കുറിച്ചുള്ള പഠനമാണ് യൂറിനാലിസിസിൽ നടക്കുന്നത്. ഓക്കെ, അതായത് മെഡിക്കൽ, ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഡയഗ്നോസിസ്. മെഡിക്കൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗനിർണയത്തിന്. ഓക്കെ, മെഡിക്കൽ ആയിട്ട് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗനിർണയം. ഓക്കെ, മെഡിക്കൽ ഡയഗ്നോസിസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. യൂറിനാലിസിസ് എന്ന ദി സ്റ്റഡി ഓഫ് യൂറിൻ ഫോർ ദ പർപ്പസ് ഓഫ് മെഡിക്കൽ ഡയഗ്നോസിസ്. അതായത് യൂറിനെ കുറിച്ചുള്ള പഠനമാണ് യൂറിനാലിസിസിൽ നടക്കുന്നത്. ഇതിന്റെ പർപ്പസ്, ഇതിന്റെ എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് മെഡിക്കൽ ഡയഗ്നോസിസ് ആണ്. മെഡിക്കൽ ഡയഗ്നോസിസ് രോഗനിർണയത്തിന് സഹായിക്കുക എന്നുള്ളതാണ് യൂറിനാലിസിസിന്റെ എയിം അല്ലെങ്കിൽ പർപ്പസ്. ഇസ് ഇറ്റ് ക്ലിയർ? Okay, I continue. Urine is initially examined for such characteristics as color, odor, and specific gravity. ഒന്നുകൂടി പറയാം. Urine is initially examined for such characteristics as color, odor, and specific gravity. അതായത് യൂറിനെ പ്രാരംഭഘട്ടത്തിൽ, ഇനിഷ്യലി എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ അല്ലെങ്കിൽ പ്രാരംഭഘട്ടത്തിൽ എങ്ങനെയാണ് എക്സാം, ഏതെല്ലാം രീതിയിലാണ് എക്സാം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളെയാണ് ആദ്യമായിട്ട് എക്സാം ചെയ്യുക അല്ലെങ്കിൽ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ സച്ച് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് കളർ, ഓഡർ ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. അതായത് യൂറിന്റെ കളർ എന്താണ്, ആദ്യമായിട്ട് യൂറിനിൽ പരീക്ഷണം നടത്തുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറിന്റെ കളർ ഏതാന്ന് കണ്ടുപിടിക്കുന്നു. ദെൻ ഓഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ല്. ഓക്കെ, സ്മെല്ല് എന്താന്ന് കണ്ടുപിടിക്കുന്നു. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ യൂറിന്റെ
സാന്ദ്രത, ഓക്കെ, യൂറിന്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഈ 3 ഘട്ടങ്ങളാണ് നമ്മൾ ഇനിഷ്യലി കണ്ടുപിടിക്കുന്നത്. ഇനിഷ്യലി എന്ന് പറഞ്ഞാൽ ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഐ റിപ്പീറ്റ്. യൂറിൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി സ്റ്റഡി ഓഫ് യൂറിൻ ഫോർ ദ പർപ്പസ് ഓഫ് മെഡിക്കൽ ഡയഗ്നോസിസ്. അതായത് യൂറിനെ കുറിച്ചുള്ള പഠനമാണ് യൂറിൻ അനാലിസിസിൽ നടക്കുന്നത്. ഇതിന്റെ പർപ്പസ് അല്ലെങ്കിൽ ഇതിന്റെ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഡയഗ്നോസിസിന് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. മെഡിക്കൽ ഡയഗ്നോസിസ് എന്ന രോഗനിർണയത്തിന് സഹായിക്കുന്നുള്ളതാണ്. ഓക്കെ, ഇൻ ദാറ്റ് നെക്സ്റ്റ് പോയിന്റ്, urine is initially examined for such characteristics such as color, odor and specific gravity. അതായത് യൂറിനെ നമ്മൾ ആരംഭഘട്ടത്തിൽ യൂറിന്റെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പരീക്ഷിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കളർ എന്താണ്, ഓക്കെ, അതുപോലെ തന്നെ ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മെല്ല്, ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി മീൻസ് അതിന്റെ കോൺസെൻട്രേഷൻ, ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ സാന്ദ്രത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഇനിഷ്യലി ആയിട്ട് നമ്മൾ മീൻസ് പ്രൈമറി ഘട്ടത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇൻ ദാറ്റ് നെക്സ്റ്റ് പോയിന്റ്, it is routinely tested for its acidity level. അതായത് ഇത് പതിവായിട്ട്, റൂട്ടീൻലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിവായിട്ട് മീൻസ് കോമൺ ആയിട്ട്, ഓക്കെ, കോമൺ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് acidity level ടെസ്റ്റ് ചെയ്യാനാണ്. യൂറിനിലെ acidity level കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. then as indicated by its pH reading. അതായത് ഈ acidity level എന്തിനെ സൂചിപ്പിക്കുന്നു? pH എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. pH ഒക്കെ എന്താണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. pH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ acidicity, അതായത് യൂറിനിൽ എത്ര ആസിഡിന്റെ അളവ് എത്രയുണ്ട് അല്ലെങ്കിൽ ബേസിസിറ്റി അസിഡിസിറ്റിയും കൂടി ചേർന്നതാണ് pH. pH എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അസിഡിസിറ്റി എത്രയുണ്ട്, ബേസിസിറ്റി എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു റീഡിംഗ് ആണ് pH. ഓക്കെ, അതായത് യൂറിന്റെ acidity ലെവൽ ആണ് നമ്മൾ പ്രധാനമായിട്ടും കോമൺ ആയിട്ട് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിന്റെ pH റീഡിംഗ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. then as indicated by pH reading, okay, then and screened for glucose. അതുകൂടാതെ തന്നെ നമുക്ക് എന്താണ് ഗ്ലൂക്കോസിനെ നിർണ്ണയിക്കാൻ, യൂറിനിൽ ഷുഗർ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ സഹായിക്കും. യൂറിനിൽ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഷുഗർ എത്രയുണ്ടെന്നൊക്കെ നമുക്ക് വാല്യൂ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയോ? ഓക്കെ, യൂറിൻ അനാലിസിസ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. the study of urine for the purpose of medical diagnosis. അതായത് യൂറിനെ കുറിച്ചുള്ള പഠനമാണ് യൂറിൻ അനാലിസിസ് നടക്കുന്നത്. പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഡയഗ്നോസിസ്, രോഗനിർണയത്തിനാണ് സഹായിക്കുന്നത്. യൂറിൻ ഈസ് ഇനിഷ്യലി എക്സാമിൻഡ് ഫോർ സച്ച് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് കളർ, ഓർഡർ ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. യൂറിൻ ആരംഭഘട്ടത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന യൂറിന്റെ കളർ, അതുപോലെ തന്നെ ഓർഡർ, അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി, അതായത് യൂറിന്റെ നിറം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു, അതിന്റെ സ്മെൽ എന്താണെന്ന് കണ്ടുപിടിക്കുന്നു, ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി മീൻസ് കോൺസെൻട്രേഷൻ ഓർ സാന്ദ്രതയൊക്കെ കണ്ടുപിടിക്കുന്നു. then it is routinely test for acidity level. അതായത് ഇത് കോമൺ ആയിട്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് acidity level, യൂറിനിലെ acidity level കണ്ടുപിടിക്കാനാണ്. ഈ acidity എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് pH നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി, pH വായിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ acidity level കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതുകൂടാതെ തന്നെ എന്താണ് സ്ക്രീൻഡ് ഫോർ ഗ്ലൂക്കോസ്, അതായത് യൂറിനിലെ ഷുഗറിന്റെ അളവ് കണ്ടുപിടിക്കാനും സഹായിക്കുന്നു. ഗ്ലൂക്കോസ് ആണ് ഷുഗർ, ഈ ഷുഗറിന്റെ അളവ് കണ്ടുപിടിക്കാനും സഹായിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഷാഹിന ഷെറിൻ, ഷാജി നോട്ട്, റുക്സാന, മനസ്സിലായോ യൂറിൻ അനാലിസിസ്? ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യ്. ഓക്കെ, 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 ഗുഡ്, വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോ. നിഹാല ഫെബിൻ, മനസ്സിലായോ? നിഹാല,
നിഹാല മ്യൂട്ട് ചെയ്തോ, കേൾക്കുന്നില്ല. നസീറ, മനസ്സിലായോ? ഓക്കെ, പറ. ഓക്കെ 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 ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നോട്ട് ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അതിൽ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സും ഈവനിങ് ആയിരിക്കും ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് യൂട്യൂബ് ചാനലിൽ ഇടുക. ദെൻ നോട്ട് സെൻഡ് ചെയ്യുന്നതാണ്. നോട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പിൽ കയറുക, നോട്ട് എഴുതിയെടുക്കുക. ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന ദിവസം നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. സോ നോട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇപ്പോൾ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.